എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം. ജൂലൈ മാസം 1-ാം തീയതി മുതൽ വ്യക്തികളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ അറിയിപ്പ്, രാജ്യത്തെ പ്രമുഖ ബാങ്കുകളായിട്ടുള്ള ICICI, ആക്സിസ് ബാങ്ക്, ഫെഡറൽ ബാങ്ക് പോലുള്ളവയുടെ ATM ഇടപാടുകൾ, പണം പിൻവലിക്കൽ, IMPS, ഡിമാൻഡ് ഡ്രാഫ്റ്റ് തുടങ്ങിയ ചാർജുകളിൽ ജൂലൈ 1 മുതൽ മാറ്റങ്ങൾ വരുത്തുകയാണ്. കഴിഞ്ഞ മാസം തന്നെ റിസർവ് ബാങ്ക് നിർദ്ദേശമനുസരിച്ച് പൊതുമേഖലാ ബാങ്കുകൾ ഉൾപ്പെടെ പല ബാങ്കുകളും ATM നിരക്കുകൾ വർദ്ധിപ്പിച്ചിരുന്നു. ഇപ്പോൾ ഇതാ ജൂലൈ 1 മുതൽ ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക്, ഫെഡറൽ ബാങ്ക് തുടങ്ങിയ ബാങ്കുകൾ കൂടി നിരക്ക് വർധനവിൽ പങ്കുചേരുകയാണ്. നമുക്ക് അക്കൗണ്ട് ഉള്ള ബാങ്കിന്റെ ATM ആയാലും നിശ്ചിത സൗജന്യ പരിധി കഴിഞ്ഞാൽ ഓരോ ഉപയോഗത്തിനും ഇനി ഫീസ് കൂടുതലാണ്. ഓരോ ബാങ്കിലും ഫീസ് വ്യത്യസ്തവുമാണ്. മിക്ക ബാങ്കുകളിലും മാസത്തിൽ 5 ഇടപാടുകൾക്ക് വരെയാണ് സൗജന്യം. മിക്ക ബാങ്കിലും പ്രതിമാസ സൗജന്യ ഇടപാടുകൾ കഴിഞ്ഞുള്ളവയ്ക്ക് 23 രൂപ വീതം ചാർജ് ഈടാക്കുന്നതാണ്. ചില ബാങ്കുകൾ ഇതിൽ നിന്ന് നോൺ ഫിനാൻഷ്യൽ ഇടപാടുകളെ ഒഴിവാക്കിയിട്ടുണ്ട്. ICICI ബാങ്കിന്റെ ശാഖകളിലൂടെയുള്ള പണം പിൻവലിക്കലിന് ഈടാക്കുന്ന ഫീസും പുതുക്കിയിട്ടുണ്ട്. IMPS ഈടാക്കുന്ന ചാർജുകളിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. 2.5 മുതൽ 15 രൂപ വരെയാണ് പുതിയ ചാർജ്. രണ്ടാമത്തെ മാറ്റം, ജൂലൈ 1 മുതൽ വ്യക്തികൾക്ക് പാൻ കാർഡിനായി അപേക്ഷിക്കുവാൻ ആധാർ വെരിഫിക്കേഷൻ നിർബന്ധമാക്കണമെന്നാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സേഷന്റെ പുതിയ നിയമപ്രകാരമാണിത്. ഇതുവരെ എന്തെങ്കിലും ഒരു അംഗീകൃത ഐഡന്റിറ്റി കാർഡും ബർത്ത് സർട്ടിഫിക്കറ്റും ഉണ്ടെങ്കിൽ പാൻ കാർഡിന് അപേക്ഷിക്കാമായിരുന്നു. ഇനി ജൂലൈ 1 മുതൽ, അതായത് നാളെ മുതൽ, ഇനി പാൻ കാർഡിന് അപേക്ഷിക്കുവാൻ ആധാറും നിർബന്ധമാണ്. അടുത്തത് 2025-26 വർഷത്തെ ആദായ നികുതി റിട്ടേണുകൾ സമർപ്പിക്കുവാനുള്ള അവസാന തീയതിക്ക് മുമ്പ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സേഷൻ നിശ്ചയിച്ചിരിക്കുന്നത് ജൂലൈ 31 വരെ ആയിരുന്നു. എന്നാൽ പിന്നീട് സെപ്റ്റംബർ 15 വരെ സമയം നീട്ടി. എന്നാൽ റിട്ടേൺ സമർപ്പിക്കുവാനുള്ള അവസാന തീയതികളിൽ വെബ്സൈറ്റിലെ തിരക്ക് മൂലം സാങ്കേതിക തകരാറുകൾക്ക് സാധ്യതയുള്ളതിനാൽ ഈ മാസം തന്നെ റിട്ടേണുകൾ ഫയൽ ചെയ്യാവുന്നതാണ്. അടുത്തത്, SBI കാർഡ് ഉപയോഗിച്ച് ബുക്ക് ചെയ്യുന്ന എയർ ടിക്കറ്റിന് കോംപ്ലിമെന്ററി ആയി നൽകിയിരുന്ന 1 കോടി രൂപയുടെ ഇൻഷുറൻസ് ചില പ്രീമിയം കാർഡുകളിൽ ജൂലൈ 15 മുതൽ നിർത്തലാക്കുന്നതാണ്. SBI കാർഡ്, എലൈറ്റ് മെറ്റൽ കാർഡ്, എലൈറ്റ് മൈൽഡ് പ്രൈം തുടങ്ങിയ കാർഡുകളിൽ ഇനി ഈ ഒരു സേവനം ലഭിക്കില്ല. SBI കാർഡ് പ്രൈം, അതോടൊപ്പം തന്നെ SBI കാർഡ് പൾസ് എന്നിവയിൽ നൽകിയിരുന്ന 50 ലക്ഷം രൂപയുടെ ഇൻഷുറൻസും ജൂലൈ 15 മുതൽ നിർത്തുന്നതാണ്. അതോടൊപ്പം തന്നെ SBI ക്രെഡിറ്റ് കാർഡിന്റെ മിനിമം എമൗണ്ട് കാണിക്കുന്നതിലും 15 മുതൽ ചില വ്യത്യാസങ്ങൾ കമ്പനികൾ വരുത്തുന്നുണ്ട്. അടുത്ത മാറ്റം, UPI ഇടപാടുകളിലെ തട്ടിപ്പുകൾ കുറയ്ക്കുന്നതിനായി നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അടുത്തിടെ UPI ചാർജ് ബാക്ക് നിയമങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇതനുസരിച്ച് ഒരു ചാർജ് ബാക്ക് അപേക്ഷ നിരസിക്കപ്പെട്ടാൽ ബാങ്കുകൾക്ക് NCPIയുടെ അനുമതിയില്ലാതെ തന്നെ അത്തരം അപേക്ഷകൾ വീണ്ടും പരിഗണിക്കാവുന്നതാണ്. നിലവിലെ നിയമം അനുസരിച്ച് ഒരു ചാർജ് ബാക്ക് അപേക്ഷ നിരസിക്കപ്പെട്ടാൽ ബാങ്ക് UPI റഫറൻസ് കംപ്ലൈന്റ് സിസ്റ്റം വഴി NPCIയെ അറിയിക്കുകയും അവരുടെ അനുമതി ലഭിച്ച ശേഷം മാത്രമേ തുടർ നടപടികൾ സ്വീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈ രീതി ഒഴിവാക്കുന്നതിലൂടെ നടപടിക്രമങ്ങൾ എളുപ്പമാക്കുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട മാറ്റം, 2025 ജൂലൈയിൽ തൽക്കാൽ ടിക്കറ്റ് ബുക്കിംഗിൽ പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരികയാണ്. 2025 ജൂലൈ 1 മുതൽ IRCTCയുടെ വെബ്സൈറ്റ് വഴിയോ മൊബൈൽ ആപ്പ് വഴിയോ തൽക്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുവാൻ ആധാർ വെരിഫിക്കേഷൻ നിർബന്ധമാണ്. കൂടാതെ ജൂലൈ 15 മുതൽ തൽക്കാൽ ടിക്കറ്റ് ബുക്കിങ്ങിന് OTP നിർബന്ധമാക്കുന്നതാണ്. ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഉപഭോക്താക്കളുടെ മൊബൈലിലേക്ക് OTP ലഭിക്കുകയും അതുപയോഗിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതുമാണ്. കമ്പ്യൂട്ടറൈസ്ഡ് പാസഞ്ചർ റിസർവേഷൻ സിസ്റ്റം കൗണ്ടറുകളിൽ നിന്നും താൽക്കാലിക ടിക്കറ്റ് ബുക്കിംഗ് ചെയ്യണമെങ്കിൽ OTP നിർബന്ധമാണ്. അംഗീകൃത ടിക്കറ്റ് ഏജന്റുമാർക്ക് ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചതിന് ശേഷമുള്ള ആദ്യ 30 മിനിറ്റിനുള്ളിൽ തൽക്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുവാൻ അനുവാദം ഉണ്ടായിരിക്കുന്നതല്ല. AC ക്ലാസ് തൽക്കാൽ ടിക്കറ്റുകൾ രാവിലെ 10 മുതൽ 10:30 വരെയും non-AC ക്ലാസ് തൽക്കാൽ ടിക്കറ്റുകൾ രാവിലെ 11 മുതൽ 11:30 വരെയുമാണ് ബുക്ക് ചെയ്യുവാൻ സാധിക്കുന്നത്. അടുത്ത അറിയിപ്പ്,
അടുത്ത അറിയിപ്പ്, അഗ്രിസ്റ്റാക്ക് കർഷക രജിസ്ട്രേഷൻ അക്ഷയ കേന്ദ്രങ്ങളിലും ഓൺലൈൻ സർവീസ് സെന്ററുകളിലും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. കർഷകരെല്ലാം അക്ഷയ ഓൺലൈൻ കേന്ദ്രങ്ങളിലെത്തി ഇതിന്റെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കേണ്ടതാണ്. PM കിസാൻ ഉൾപ്പെടെയുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാർ ആനുകൂല്യങ്ങൾ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ഈ രജിസ്ട്രേഷൻ ആവശ്യമാണ്. പ്രത്യേകിച്ച് PM കിസാൻ വർഷം തോറുമുള്ള 6000 രൂപ ലഭിക്കുന്ന കർഷകരെല്ലാം തന്നെ ആധാർ കാർഡിന്റെ പകർപ്പും 2025-26 സാമ്പത്തിക വർഷത്തെ പുതിയ നികുതി അടച്ച രസീതും ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈലുമായി അക്ഷയ കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുകളിലെത്തിയോ അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ടോ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ജൂലൈ 31-നകം ഇത് പൂർത്തീകരിക്കണമെന്നാണ് അറിയിപ്പ് എത്തിയിരിക്കുന്നത്. അതിനാൽ അവസാനം വരെ കാത്തു നിൽക്കാതെ നിങ്ങളുടെ സമയവും സന്ദർഭവും അനുസരിച്ച് പൂർത്തീകരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ അറിയിപ്പുകൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.